കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ ഒരു ആട്ടുകല്ല്. പച്ചാളം പാലത്തിന് സമീപമാണ് ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയത്. ഏതോ സാമൂഹ്യദ്രോഹികൾ. റെയിൽവേ പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. അട്ടിമറി ശ്രമമാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ സ്ഥലത്തുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. ഇപ്പോൾ നമുക്ക് കാണാം ആ ആട്ടുകല്ല് അവിടെ കിടക്കുന്നത്. ആ പാളത്തിൽ ആട്ടുകല്ല് വെച്ച് തീവണ്ടി പോകുന്ന പാളത്തിൽ തന്നെയല്ലേ ഈ ആട്ടുകല്ല് കൊണ്ടിട്ടത്? ഇത് ബോധപൂർവം തന്നെയായിരിക്കുമല്ലോ. ആട്ടുകല്ല് കല്ലൊന്നുമല്ലല്ലോ. ആട്ടുകല്ല് കൊണ്ട് വെക്കണമെങ്കിൽ അതിന് പിന്നിലൊരു അട്ടിമറി ശ്രമമുണ്ടോ? CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ പോലീസ്? ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പച്ചാളത്ത് ഈ റെയിൽവേ ട്രാക്കിൽ ഒരു ആട്ടുകല്ല് കണ്ടെത്തിയത്. ഇപ്പോൾ ഈ ഭാഗത്ത് കിടക്കുന്ന ആട്ടുകല്ല് അത് നേരത്തെ ഈ റെയിൽവേ ട്രാക്കിൻ്റെ മധ്യഭാഗത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. മൈസൂരു കൊച്ചുവേളി ട്രെയിൻ ഇതുവഴി കടന്നു പോവുകയായിരുന്നു. അതിനിടയിൽ ലോക്കോ പൈലറ്റ് തന്നെയാണ് ട്രാക്കിൽ ഇത്തരത്തിലൊരു ആട്ടുകല്ല് ഉണ്ട് എന്ന് കണ്ടെത്തിയത്. അതിനെ തുടർന്ന് ട്രെയിൻ നിർത്തിവെക്കുകയും ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ മറ്റും അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും അടക്കം ഇവിടെ എത്തുകയും ചെയ്തു. ഈ തൽക്കാലം ഈ ആട്ടുകല്ല് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതിവിടെ എത്തിയത്, ആരാണ് കൊണ്ട് ഇവിടെ വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ സുരക്ഷാ സേനയും ഒക്കെ തന്നെ നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇന്നലെ രാത്രി ചില അസ്വാഭാവികമായ ശബ്ദങ്ങളും മറ്റും കേട്ടിരുന്നു. ചേച്ചി, എന്താ ഇന്നലെ എന്തെങ്കിലും ശബ്ദം കേട്ടോ? എന്തെങ്കിലും സംശയം? വണ്ടി വന്നു നിന്നു. കമ്പിപ്പാരയൊക്കെ ആയിട്ടാണ് വന്നത്. കമ്പിപ്പാര എടുത്തിട്ട് ആ പഴയ സാധനം വിൽക്കുന്ന ആളിൻ്റെ ഗേറ്റ് അടിച്ച് ഇതാക്കി. അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് റോഡിലോട്ട് റെയിൽവേയിലോട്ട് കടക്കുന്നതേ അറിയത്തുള്ളൂ. പിന്നെ ഇതിവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ആട്ടുകല്ല് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു. 2 കൊല്ലമായിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ താഴത്തുനിന്ന് എടുത്ത് ഇവിടെ മേളിൽ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ആട്ടുകല്ല് നേരത്തെ ഇവിടെ കിടക്കുന്നതാണ്? ആട്ടുകല്ല് നേരത്തെ താഴത്ത് കിടന്നതാണ്. അപ്പോൾ ഇത് ഇത്ര മേളിൽ ഇങ്ങ് കൊണ്ടുവന്ന് വെച്ചില്ലേ? ഇന്നലെ രാത്രി എന്ത് വാഹനമാണ് വന്നത് ഇവിടെ? അത് എനിക്ക് വാഹനം ഏതാന്ന് എനിക്കറിയത്തില്ല. കാറോ ജീപ്പോ അങ്ങനെ കണ്ടപ്പോൾ ജീപ്പാ വന്നതെന്ന് പറയണേ. ജീപ്പ് ഇതും ബാക്കിൽ ഓപ്പൺ അങ്ങനെ വന്നെന്നാണ് കൊച്ചും CCTVയിൽ കണ്ടു പറഞ്ഞത്. ഇന്നലെ എപ്പോഴാണ് എത്തിയത്? 2 മണിയായി. വണ്ടി നിർത്തുന്ന ശബ്ദം കേട്ടു? സ്ലോയിലാണ് വണ്ടി വന്നത്. വലിയ ശബ്ദമൊന്നും ഇല്ലാതെ ഒരു ചെറിയ സ്കൂട്ടറിൻ്റെ ശബ്ദം പോലെ ഉണ്ടായുള്ളൂ പലപ്പോഴും. അപ്പം ഞാൻ വേസ്റ്റ് ഇടാൻ വന്നതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പിന്നാണ് കമ്പിപ്പാര വലിച്ചുകൊണ്ട് വരുന്നതും ഈ ഗേറ്റിൽ അടിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പം വേസ്റ്റ് അല്ലാന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ആരും അറിയത്തില്ല. അത് ആ പയ്യനോട് ചോദിച്ചാൽ അറിയാം. ഒരു 2-3 പേരുടെ വർത്താനം കേട്ടു. ഒത്തിരി ആൾക്കാരുണ്ടാവുന്നില്ല, 3-4 പേരുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? 2 പേരെ കണ്ടു എന്നാണ് പറയുന്നത്. കമ്പിപ്പാറയൊക്കെ ആയിട്ട് വന്നു. ഈ ആട്ടുകല്ല് എടുത്ത് പാളത്തിൽ വെക്കുന്നത് അങ്ങനെ വല്ലതും കണ്ടോ ഈ ചേച്ചി? വീട് ഷീറ്റ് ഇട്ടില്ല ആൾക്കാർ നിൽക്കുന്നിടത്ത്. അരുൺകുമാർ, ഇതിനോട് ചേർന്ന് തന്നെയാണ് ചേച്ചിയുടെ വീട്. അവിടെ തൊട്ടടുത്ത CCTV ആണോ? ഇവിടെ ചേച്ചിയുടെ വീട്ടിലാണോ? ഇല്ല, എൻ്റെ വീട്ടിലില്ല. ആ പടിഞ്ഞാറ് അടുത്ത വീട്ടിൽ ഒരു വണ്ണമുള്ള പയ്യൻ ഇപ്പോൾ ഇവിടെ നിന്നായിരുന്നില്ലേ, പറഞ്ഞായിരുന്നല്ലോ സാറുമാരോട്. അപ്പോൾ ആ കൊച്ചിൻ്റെ വീട്ടിലാണ് CCTV ഉള്ളത്. അത് വന്നിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ വരുന്നതും അടിച്ചു പൊളിക്കുന്നതും ഒരു പാര വലിച്ചുകൊണ്ട് റെയിൽ കയറി വരുന്നതും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ വേറെ കഞ്ചാവ് പിള്ളേരാണെന്നാണ് വിചാരിച്ചത്. അതിനാണ് അരുൺകുമാർ, അത്തരമൊരു സംശയമാണ് ഈ പ്രദേശവാസികൾക്കും അതോടൊപ്പം തന്നെ പോലീസിനും ഉള്ളത്. സർ, എന്തായാലും പോലീസ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അർജുൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇത് ആരാണ് ആദ്യം കണ്ടെത്തുന്നത് ഈ ആട്ടുകല്ല് പാളത്തിൽ കിടക്കുന്നത്? കാര്യം തൊട്ടു പിന്നാലെ ഒരു തീവണ്ടി വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ പാളത്തിൽ അങ്ങനെ ആട്ടുകല്ല് വെച്ചാൽ അതിന്റെ മുൻപത്തെ ഭാഗം ഡെഫിനറ്റ്ലി അതിനകത്ത് വന്നിരിക്കും. കാര്യം ആ പാളത്തിന് മുകളിലല്ലേ ആട്ടുകല്ല് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തെ ഷീൽഡ് ഈ ആട്ടുകളിൽ വന്ന് ഇടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും അരുൺകുമാർ, അത്തരമൊരു സാധ്യത തന്നെയുണ്ട്. ഇത് ആദ്യം കാണുന്നത് ഈ കൊച്ചുവേളി മൈസൂരു ട്രെയിൻ ഇതുവഴി കടന്നു പോയിരുന്നു. അത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് ഈ ഭാഗത്തുകൂടി കടന്നുപോയത്. അപ്പോഴാണ് ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് തന്നെയാണ് ഇത്തരമൊരു ആട്ടുകല്ല ഈ റെയിൽവേ ട്രാക്കിൻ്റെ നടുഭാഗത്ത്, അതായത് പാളത്തിന് മുകളിലല്ല, ഈ 2 പാളങ്ങളുടെയും നടുവിലായി മധ്യഭാഗത്തായിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ ആട്ടുകല്ല് കാണുകയും ചെയ്തു. സ്വാഭാവികമായും അരുൺകുമാർ പറഞ്ഞതുപോലെ ട്രെയിൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ട്രെയിനിൻ്റെ മുന്നിലുള്ള ഷീൽഡ് അടക്കം ഈ ആട്ടുകല്ലിൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ലോക്കോ പൈലറ്റ് കൃത്യമായ സമയോചിതമായി തന്നെ ട്രെയിൻ നിർത്തുകയും ചെയ്തു. അതിനുശേഷം മറ്റുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ്
റെയിൽവേ സുരക്ഷാ സേനയും പോലീസും ഒക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തത്. ഉടൻ തന്നെ ഈ ആട്ടുകല്ല് മാറ്റുകയും പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം ആ ട്രെയിൻ കടത്തിവിടുകയും ചെയ്തു. മറ്റ് ട്രെയിനുകളും ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ അട്ടിമറി ശ്രമമാണ്. ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ലാണോ അതോ എവിടെയെങ്കിലും പുറത്തേക്കെടുത്ത് കളഞ്ഞിട്ടുണ്ടാവും? ഈ ഗ്രൈൻഡറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുറത്തേക്കെടുത്ത് കളഞ്ഞിരുന്ന ആട്ടുകല്ലായിരിക്കും എടുത്ത് ഏതോ സാമൂഹ്യ ദ്രോഹികൾ ഈ പാളത്തിന് നടുക്ക് കൊണ്ടുവച്ചത്. ഈ കഞ്ചാവിലോ ലഹരിയിലോ ഒക്കെ പെട്ടിരിക്കുന്നവരാണോ? ആ അമ്മ പറയുന്നത് കേട്ടില്ലേ, കഞ്ചാവ് പിള്ളേരാണെന്ന്. ഇപ്പൊ നാട്ടിൽ അങ്ങനെ ഒരു പേരുമായി, കഞ്ചാവ് പിള്ളേര്, അങ്ങനെ ഒരു പേരും. അപ്പോൾ ഈ കഞ്ചാവ് പിള്ളേരാണോ ഇതെടുത്ത് വെച്ച് ഈ ഇവിടെ കൊണ്ട് വന്നിട്ടുണ്ടാവുക? ആ ആട്ടുകല്ല് കാണുമ്പോൾ എന്ത് തോന്നുന്നു അർജുൻ? അരുകുമാർ, അങ്ങനെ തന്നെയാണ് ഈ പ്രദേശവാസികളും ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ച സ്ത്രീമൊക്കെ തന്നെ പറഞ്ഞതനുസരിച്ച് ഈ ആട്ടുകല്ല് ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തായി കുറച്ച് താഴെ ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ ഇത് സ്ഥിരമായി കാണാറുമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഒരു വാഹനത്തിൽ വന്ന ഈ ആട്ടുകല്ല് ആരാണ് ഇത്തരത്തിൽ ബോധപൂർവം ഈ റെയിൽവേ ട്രാക്കിലേക്ക് എടുത്തു വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു അട്ടിമറി സാധ്യത തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അത് തന്നെയാണ് പോലീസ് സംശയിക്കുകയും ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ കാണുന്ന ആട്ടുകല്ല് കുറച്ച് അപ്പുറത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇത് എടുത്ത് ഈ ഭാഗത്ത് ഏതാണ്ട് ഈ റെയിൽവേ ട്രാക്കിന്റെ ഈ മധ്യഭാഗത്തായിട്ടാണ് ഈ ആട്ടുകല്ല് ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിപ്പോൾ എടുത്ത വശങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ താഴെ ഭാഗത്തോ മറ്റോ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന ഒരു ആട്ടുകല്ലാണ് ഇത്തരത്തിൽ അട്ടിമറിക്ക് വേണ്ടി എടുത്തു വെച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. സാമൂഹ്യദ്രോഹികളെ കർശനമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. ഇനി കഞ്ചാവ് പിള്ളേർ വിത്തിൻ ഇൻവേർട്ടഡ് കോമ, അങ്ങനെയാണ് ആ അമ്മ പറഞ്ഞത്. ആ കഞ്ചാവ് പിള്ളേരാണെങ്കിൽ അങ്ങനാണെങ്കിലും ശരി. ഇതേപോലെയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് സാവധാനമേ വരത്തുള്ളൂ. എന്നാൽ പോലും വണ്ടികളൊക്കെ വരുന്ന സമയത്ത് സ്പീഡിലാണിത് വരുന്നതെങ്കിൽ ഗുഡ്സ് ട്രെയിൻ അടക്കം വരുമല്ലോ, ചിലപ്പോൾ നിർത്താതെ പോകുന്ന വണ്ടികളുണ്ടാവും. ഈ സമയത്ത് ഈ ആട്ടുകളിൽ ഇടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? എന്തു സാമൂഹ്യദ്രോഹികളാണോ?